ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, താങ്കൾക്ക് ഇന്നത്തെ പുതിയ സെഷനിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഏപ്രിൽ 29, ഒന്നാമത്തെ വായനാഭാഗം, ആവർത്തന പുസ്തകം 16-ാം അധ്യായം. മോശെ തുടർന്നും തൻ്റെ ദൈവജനത്തോട് സംസാരിക്കുകയാണ്. ഇവിടെ പെസഹായുടെ പെരുന്നാൾ ആചരിക്കണമെന്നതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അത് അവരോട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കറിയാമല്ലോ, ആബീബ് മാസമാണ് ഇത് ആചരിക്കേണ്ടത്. ആബീബ് മാസം എന്ന് പറയുന്നത് 1-ാമത്തെ മാസം. അതിന് പിന്നീട് നീസാൻ എന്ന പേരും ആയിട്ടുണ്ട്. പിന്നീട് നീസാൻ മാസം എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആബീബ് മാസത്തിൽ അത് ആചരിക്കണം. പുളിപ്പുള്ള അപ്പം കഴിക്കരുത്. പുളിപ്പുള്ള അപ്പത്താലല്ല അത് കഴിക്കേണ്ടത്. അത് നിൻ്റെ ദൈവമായ യഹോവ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന തിരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. സന്ധ്യാസമയത്ത് ചെയ്യണം. കാരണം ഇതൊക്കെ ചെയ്യേണ്ടത് എന്തിനെന്ന് പറഞ്ഞാൽ, ഇതുപോലൊരു ദിവസമാണ് 40 സംവത്സരങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടത്. അന്ന് മുതൽ ഇത് നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു വരുന്നു. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. എല്ലാ വർഷവും ഈ 1-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് ചെയ്യണമെന്നുള്ളത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 7 ആഴ്ച എണ്ണണം. 7 ആഴ്ച എണ്ണിയിട്ട് അതിൻ്റെ അടുത്ത ദിവസം 7 49 + 1 50. 50-ാമത്തെ നാളിൽ അവിടെ എന്നിട്ട് സ്വമേധദാനങ്ങൾ അർപ്പിക്കണം. ആ ദിവസം 50-ാം നാൾ അത് വാരോത്സവം എന്നാണ് അതിനറിയപ്പെടുന്നത്. വാരോത്സവം അതും പ്രധാനമായ ഒരു ആചരിക്കേണ്ട ഒരു സംഗതിയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, കളത്തിലെ ധാന്യവും ചക്കര വീഞ്ഞും ശേഖരിച്ച് കഴിയുമ്പോൾ നീ 7 ദിവസം കൂടാര പെരുന്നാൾ ആചരിക്കണം. കൂടാര പെരുന്നാൾ ആചരിക്കേണ്ടതിൻ്റെ ആവശ്യം, അതായത് ഈ ജനം മരുഭൂമിയിൽ കൂടാരങ്ങളിലാണ് വസിച്ചു വന്നിരുന്നത്. 40 സംവത്സരം കൂടാരങ്ങൾ മാറ്റി മാറി അടിച്ച് ഒരു സ്ഥലത്ത് കൂടാരം അടിച്ചു, കുറേ നാൾ അവിടെ താമസിച്ച്, അവിടുന്ന് പിന്നെ ദൈവം മാറി പുതിയ സ്ഥലത്തേക്ക് പോകാൻ പറയുമ്പോൾ അവിടേക്ക് പോയി അവിടെ കൂടാരം അടിച്ച് ഒക്കെയാണ് താമസിച്ചിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ 7 ദിവസം വീട് വിട്ട് താൽക്കാലികമായി ഉണ്ടാക്കുന്ന കൂടാരത്തിൽ താമസിക്കണം. അങ്ങനെ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അവിടെയാണ് അതിൻ്റെ ഈ 3 ഉത്സവങ്ങളെ സംബന്ധിച്ചുള്ള ഒരു കൽപ്പന ഇവരെ ഓർമ്മിപ്പിക്കുന്നത്. അതിങ്ങനെയാണ്: നിൻ്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിൻ്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിലും വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവൻ്റെ സന്നിധിയിൽ വരണം. അപ്പം പുരുഷ പ്രജയൊക്കെ 3 പ്രാവശ്യം. പിന്നെ യെരൂശലേം ദേവാലയം, അതിനുശേഷം യെരൂശലേം ദേവാലയത്തിലാണ് വരേണ്ടത്. അതാണ് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലം. അതിനിടയ്ക്ക് അത് ഷീലോ ആയിരുന്നു. അതുപോലെ ഷീലോവിന് മുമ്പ് വേറൊരു സ്ഥലമായിരുന്നു. അപ്പം അങ്ങനെ ഉള്ള ആ സ്ഥലങ്ങളിൽ വെച്ച് വേണം അത് ചെയ്യാൻ. അതിൻ്റെ 3-ാമത്തെ സ്ഥലമായി ഈ യെരൂശലേം ദേവാലയം സ്ഥാപിച്ചതിന് ശേഷം പിന്നീട് ആ കാലങ്ങളെല്ലാം യെരൂശലേം ദേവാലയത്തിൽ വെച്ചായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ വർഷത്തിൽ 3 പ്രാവശ്യം ഈ പുരുഷന്മാരൊക്കെയും കൂടി വരേണ്ട നിർബന്ധമായ 3 പെരുന്നാളുകളായിരുന്നു: അപ്പത്തിൻ്റെ പെരുന്നാളും വാരോത്സവവും കൂടാര പെരുന്നാളും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നീ യഹോവ സന്നിധിയിൽ നിനക്ക് അനുഗ്രഹത്തിന് തക്ക കാരണം ആയി വരും. നീ നിൻ്റെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഓരോരുത്തരും അവനവൻ്റെ പ്രാപ്തി പോലെ കൊണ്ടുവരികയും വേണം. കൈയും വീശി വരരുത്, വെറുക്കൈയോടെ വരരുത്. ദൈവത്തിന് അർപ്പിക്കാൻ സ്വമേധയായി എന്തെങ്കിലും സ്വമേധദാനങ്ങളോടുകൂടി വേണം അവിടെ കടന്നു വരേണ്ടത്. പിന്നെ പറയുന്നത്, നിങ്ങളുടെ പുതിയ ദേശത്ത് പോയി താമസിക്കുമ്പം അവിടെ ന്യായാധിപതിമാരെയും പ്രമാണികളെയും നിയമിക്കണം. അവർ ജനത്തിന് നീതിയോടെ ന്യായപാലനം ചെയ്യണം. ന്യായം മറിച്ച് കളയരുത്, മുഖം നോക്കരുത്, സമ്മാനം വാങ്ങരുത്. ജ്ഞാനികളുടെ കണ്ണ് കുരുടാക്കും, നീതിമാരുടെ കാര്യം മറിച്ച് കളയുകയും ചെയ്യും. നീ ജീവിച്ചിരുന്ന നിൻ്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശം കൈവശമാക്കേണ്ടത് നീതിയെ തന്നെ പിന്തുടരണം എന്നും ദൈവം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത്, യാഗപീഠത്തിനെതിരെ യാതൊരു അശേരപ്രതിഷ്ഠയും പ്രതിഷ്ഠിക്കരുത്. നിന്റെ ദൈവമായ യഹോവ വെറുക്കുന്ന ഒരു ശിലാസ്തംഭം നാട്ടുകയുമായിരുന്നു. അപ്പോൾ ദൈവം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെയും ഈ പുതിയ തലമുറയോട് വീണ്ടും മോശെ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രകാരം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ അധ്യായത്തിലും. 2-ാമത്തെ വായനാഭാഗം, സഭാപ്രസംഗി 8-ാം അധ്യായം. സഭാപ്രസംഗി 8-ാം അധ്യായത്തിൻ്റെ അവസാനം
പറയും, ഭൂമിയിൽ നടക്കുന്ന കാര്യം കാണുവാനും ജ്ഞാനം ഗ്രഹിപ്പാനും ഞാൻ മനസ്സ് വെച്ചപ്പോൾ സൂര്യൻ്റെ കീഴിൽ നടക്കുന്ന പ്രവൃത്തി ആരാഞ്ഞറിവാൻ മനുഷ്യന് കഴിവില്ല എന്നിങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ സകല പ്രവൃത്തിയെയും കണ്ടു. മനുഷ്യൻ എത്ര പ്രയാസപ്പെട്ട് അന്വേഷിച്ചാലും അതിനെ ഗ്രഹിക്കുകയില്ല. ഒരു ജ്ഞാനി തന്നെ അതിനെ ഗ്രഹിപ്പാൻ നിരൂപിച്ചാൽ അവന് സാധിക്കില്ല. അപ്പം ദൈവത്തിൻ്റെ പക്കലുള്ള കാര്യത്തെ സംബന്ധിച്ച്, ദൈവം മറച്ചു വച്ചിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ച്, ദൈവത്തിന് മാത്രം അറിയാവുന്നൊരു കാര്യത്തെ സംബന്ധിച്ച് മനുഷ്യൻ എത്ര ശ്രമിച്ചാലും അത് ദൈവം വെളിപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ മനുഷ്യനത് കണ്ടുപിടിക്കാൻ യാതൊരു സാധ്യതയുമില്ല, കണ്ടെത്താൻ കഴിയുകയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെയാണ്. കാരണം ദൈവം ദൈവവും മനുഷ്യൻ മനുഷ്യനുമാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ കാര്യങ്ങളെ മനുഷ്യന് കണ്ടെത്താൻ കഴിയത്തില്ല. ഇത് പക്ഷേ ദൈവം ഒരുപാട് കാര്യങ്ങളെ മനുഷ്യനെ അറിയിച്ചിട്ടുണ്ട്, അറിയാൻ ഇടയാക്കിയിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പ്രവാചകന്മാർ മുഖാന്തരം, മോശ മുഖാന്തരം ഒക്കെ ദൈവം അറിയിക്കുന്ന സമയത്താണ്. അതെല്ലാം ഒരേ സമയത്ത് അറിയിച്ചു കൊടുത്തതല്ല. സമയാസമയങ്ങളിൽ ആകുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾ ദൈവം മനുഷ്യനെ അറിയിച്ചിട്ടുണ്ട്. ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ തടുപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല. അപ്പോൾ മരണം മാറിപ്പോകാൻ തക്കവണ്ണം എൻ്റെ മരണം ഞാൻ മാറ്റാം, അല്ലെങ്കിൽ നിൻ്റെ മരണം ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞ് മരണത്തിന്മേൽ അധികാരമുള്ളവനും ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യേശുക്രിസ്തുവിന് അങ്ങനെ ഒരു അധികാരമുണ്ടായിരുന്നു, ദൈവം കൊടുത്ത അധികാരമുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഓർക്കണം. അങ്ങനെ ആരും ഇല്ല എന്ന് പറയുമ്പോഴാണ്, ശലോമോൻ്റെ അതുവരെയുള്ള അറിവനുസരിച്ച് അങ്ങനെ ആരുമില്ല. എന്നാൽ ക്രിസ്തുവിന് ദൈവം അങ്ങനെയാണ് മരിച്ചിരുന്ന 4 ദിവസമായി ചീഞ്ഞ ലാസറിൻ്റെ ശരീരത്തെ ക്രിസ്തു ഉയർപ്പിക്കുന്നത്. അപ്പോൾ അത് അധികാരമുള്ളവനായിട്ടാണ്. അപ്പോൾ അധികാരത്താലാണ് ഉയർപ്പിക്കുന്നത്. ദൈവം കൊടുത്ത അധികാരമാണ്, ദൈവമാണ് അവിടെ ഉയർപ്പിക്കുന്നത്. പിന്നെ കാണുന്നു, ദുഷ്ടന്മാർ അടക്കം ചെയ്യപ്പെട്ട് വിശ്രാമം പ്രാപിക്കുന്നതും ഞാൻ കണ്ടു. നേർ പ്രവർത്തിച്ചവർ വിശുദ്ധ സ്ഥലം വിട്ടു പോകേണ്ടി വരുന്നതും പട്ടണത്തിൽ മറയ്ക്കപ്പെടുന്നതും ഞാൻ കണ്ടു. രണ്ടും മായത്രേ. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി. വേറൊരു കാര്യം പ്രധാനപ്പെട്ട് പറയുന്നത്, നമ്മൾ കുറ്റങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ തൽക്കാലം ശിക്ഷയൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെ: ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക്കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ദോഷം ചെയ്യുന്നവൻ എന്തെങ്കിലുമൊക്കെ സൗകര്യമൊക്കെയും പ്രാപിച്ച്, എന്നാൽ അവൻ്റെ ശിക്ഷ അനുഭവിക്കാതെ, നശിക്കാതെ, മരിക്കാതെ ഒക്കെ ഇരിക്കുന്നുണ്ടാകാം. പക്ഷെ മറ്റൊരു കാര്യം, അതങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റവൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല എന്നാണ് അവിടെ പറയുന്നത്. മറ്റവൻ ദൈവത്തെ ഭയപ്പെടാകിയാൽ നിഴൽ പോലെ അവൻ്റെ ആയുസ് ദീർഘമാകുകയില്ല. അവൻ്റെ ആയുസ് നിഴൽ പോലെയുള്ള ആയുസ് ദീർഘമാകുകയില്ല. ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട്. നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു. ദുഷ്ടന്മാർക്ക് നീതിമാൻ പ്രവൃത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു. അപ്പോൾ ദുഷ്ടന്മാർക്ക് ശിക്ഷ കിട്ടേണ്ടടുത്ത് ദുഷ്ടന്മാർക്ക് നന്മ പ്രാപിക്കുന്നുണ്ട്. നീതിമാന്മാർക്ക് നല്ലതേ പ്രാപിക്കാവൂ എന്ന് പറയുമ്പോഴും അവിടെയും അവർക്ക് ചില കഷ്ടതകളൊക്കെയും വരുന്നുമുണ്ട് എന്ന് അതും മായയായ കാര്യം. തിന്നു കുടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യൻ്റെ കീഴിൽ മറ്റൊരു നന്മയുമില്ല. അപ്പം അതിൻ്റെ ആയുഷ്കാലം നന്നായി ആഹാരം കഴിക്കുകയും നന്നായി പാനം ചെയ്യുകയും സന്തോഷത്തോടെ ഇരിക്കുന്നതല്ലാതെ മറ്റൊന്നും അവന് ഇല്ല. ഒരായുസിൻ്റെ, അതായത് ഒരു ശരീരത്തിലിരിക്കുന്ന സമയത്ത് അവന് ഏറ്റവും ഉള്ളത് ആ ഒരു കാര്യമാണ്. അതുണ്ടെങ്കിൽ അവൻ തൃപ്തനായി എന്നുള്ളതാണ് പറയുന്നത്. അതാണ് അത്തരം കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അവസാനം എഴുതിയിരുന്നതാണ് ആദ്യം പറഞ്ഞത്, ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ കാര്യം, ദൈവം മറച്ചു വയ്ക്കുന്ന കാര്യം, ദൈവത്തിനറിയാവുന്ന കാര്യങ്ങൾ മനുഷ്യൻ എത്ര മനസ്സ് വെച്ചാലും കണ്ടുപിടിക്കാനൊക്കില്ല എന്നുള്ളത് ഇതെല്ലാം പറഞ്ഞ ശേഷം അവസാനമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 7-ാം അധ്യായമാണ് 3-ാമത്തെ വായനാ ഭാഗം. ഇന്നലെ നമ്മൾ
വായിച്ചു നിർത്തിയത്. സ്തെഫാനോസ് പിടിക്കപ്പെട്ടു. സ്തെഫാനോസ് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലായിരിക്കുകയാണ്. അപ്പം അവനോട് ചോദിക്കുകയാണ്, ഇതൊക്കെ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉള്ളത് തന്നെയോ എന്ന് 7-ാം അധ്യായത്തിൽ ചോദിക്കുന്ന മഹാപുരോഹിതനാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് സ്തെഫാനോസ് പറയുന്നതാണ്, സഹോദരന്മാരും പിതാക്കന്മാരുമായ പുരുഷന്മാരെ കേൾപ്പിൻ. നമ്മുടെ പിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കും മുമ്പേ, കണ്ടോ, ഹാരാനിലെ അബ്രഹാമിൻ്റെ കാലം മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. വളരെ ദീർഘമായ ഒരു പുരാതന കാലത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പേ മെസൊപ്പൊത്താമിയയിലിരിക്കുമ്പോൾ തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി, നിന്റെ ദേശത്തിൽ നിന്ന് നിന്റെ ചാർച്ചക്കാരെയും വിട്ട് ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന ദേശത്തിലേക്ക് ചെല്ലില്ല എന്ന് പറയാണ്. അപ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു വരുന്നതും അതിനുശേഷം സംഭവിക്കുന്നതുമായ കാര്യം, അതുപോലെ തന്നെ അബ്രഹാമിനും തൻ്റെ പുത്രനുമൊക്കെയും ഇസ്ഹാക്കിനുമൊക്കെയും പരിച്ഛേദന എന്ന നിയമം കൊടുക്കുന്നതും, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് ആഹാരം കിട്ടാതെ മിസ്രൈം ദേശത്തിലും കനാൻ ദേശത്തിലും എല്ലാം ക്ഷാമവും മഹാകഷ്ടവും വന്നാൽ നമ്മുടെ പിതാക്കന്മാർക്ക് ആഹാരം കിട്ടാതായതും, അങ്ങനെ മിസ്രൈമിൽ ധാന്യം ഉണ്ടെന്ന് കേട്ട് ഫറവോന് അടുത്ത് ആഹാരത്തിനായി വരികയും അങ്ങനെ യോസഫ് മരിച്ചു പോയിരുന്നു എന്ന് കരുതിയിരുന്ന യോസഫിനെ കണ്ടെത്തുകയും യോസഫ് അവിടെ താമസിപ്പിക്കുകയും ആകെ 75 പേര്, യോസഫിൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഉൾപ്പെടെ 75 പേർ അത് അവിടെ നിന്ന് താഴോട്ട് അബ്രഹാമിനെ അടക്കം ചെയ്തത്, ഇതെല്ലാം ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഇവർ വലിയ ജനമായി അവിടെ ജനിച്ചു വളർന്നു. അത് കഴിഞ്ഞിട്ട് മോശ ജനിച്ചു. മോശയോട് ദൈവം ഇടപെടുന്നു. അപ്പോൾ നിന്നെ ന്യായകർത്താവും ഞങ്ങൾക്ക് അധികാരിയുമാക്കിയത് ആരെന്ന് ആ ജനം അവരോട് ചോദിക്കുന്നു എന്നൊക്കെയും ചോദിച്ച് അവസാനം പറയുന്നത്, സീനായ് മരുഭൂമിയിൽ 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവിടെ ദൈവദൂതനാണ് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. പക്ഷേ ഈ ദൈവദൂതൻ വന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരായ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമായ യഹോവയാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ യഹോവ എന്ന ദൈവത്തിൻ്റെ നാമത്തിൽ തന്നെയാണ് അവിടെ ആ ദൂതൻ വന്ന് പറയുന്നു. പക്ഷേ അവിടെ ദൂതനാണ് വന്നത്, ദൈവം വന്നിട്ടില്ല. അപ്പോൾ ദൈവദൂതൻ മുൾപ്പടർപ്പിൽ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. എന്നിട്ട് അവിടെ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ദൈവം മുൾപ്പടർപ്പിൽ മോശയെ ദൈവം മുൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പാനാക്കി വെച്ചു. എന്നിട്ട് പറഞ്ഞു, അവിടെയാണ് വീണ്ടും പെട്ടെന്ന് അവിടെ നേരെ ഈ അടുത്ത കാലത്തേക്ക് വരികയാണ്. അത് പറയുന്നത്, ദൈവം നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലൊരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും എന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ മോശ അവൻ തന്നെ. സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും തൻ്റെ പിതാക്കന്മാരോടുകൂടെ മരുഭൂമിയിൽ സഭയിൽ ഇരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സിലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രൈമിലേക്ക് പിന്തിരിഞ്ഞു. കാളക്കെട്ടി ഉണ്ടാക്കി ബലി കഴിച്ചു. ഇസ്രായേൽ ഗൃഹമേ, ഹന്നയാഗങ്ങളും ഒന്നും എനിക്ക് അർപ്പിച്ചുവോ? നിങ്ങൾ നമസ്കരിക്കാനുണ്ടായ സ്വരൂപങ്ങളായ മോലോക്കിൻ്റെയും കൂടാരവും രഫാൻ ദേവൻ്റെ നക്ഷത്രവും നിങ്ങളെടുത്ത് നടന്നുവല്ലോ. എന്നാൽ ഞാൻ നിങ്ങളെ ബാബേലിനപ്പുറം പ്രവസിപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ബാബേൽ പ്രവാസത്തിനെ സംബന്ധിച്ചുള്ള എഴുത്ത്, അങ്ങനെ ബാബേൽ പ്രവാസത്തിലേക്ക് അവർ പോയത് ഒക്കെയും നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ വേറൊരു കാര്യം പറയുന്നത്, ഇതെന്ന് പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ, നീ കണ്ട മാതിരിക്കൊത്തവണ്ണം അതിനെ തീർക്കണം എന്ന് മോശയോട് അരുളി ചെയ്തവൻ കൽപ്പിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാർക്ക് മരുഭൂമിയിൽ സാക്ഷ്യകൂടവനുണ്ടായിരുന്നു. അത് ദാവീദിൻ്റെ കാലം വരെയും ആ സാക്ഷ്യകൂടാരം വെച്ചിരുന്നു. പിന്നെ ഒരു ആലയമുണ്ടായി പണിഞ്ഞു, ശലോമോൻ ഒരു ആലയം പണിഞ്ഞു. പക്ഷേ അത്യുന്നതൻ കൈപ്പണിയായതിൽ വസിക്കുന്നില്ല താനും. ശാഠ്യക്കാരും ഹൃദയത്തിൻ്റെ ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, വീണ്ടും ഇവരിലേക്ക് വരികയാണ്. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ. അപ്പം പിതാക്കന്മാരുടെ ഒരു ചരിത്രം പറഞ്ഞു. അവരെങ്ങനെയാണ് ദൈവത്തോട് ശാഠ്യത്തിലും നിഷേധത്തിലും അനുസരണക്കേടിലും മറ്റുള്ള ബിംബങ്ങളെയൊക്കെയും ആചരിച്ചൊക്കെയും പോയത് എങ്ങനെയാണോ, ദുശാഠ്യമുള്ള ജനം എങ്ങനെയായിരുന്നു, അതുപോലെ എന്ന് പറഞ്ഞു വരികയാണ്. ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ. ഈ ചോദിച്ചവരോടാണ് ഈ മറുപടി. അപ്പം ഈ ഒരു ധൈര്യം
അതിന് വലിയ ധൈര്യമാണ്. കാരണം കൊല്ലാൻ വരെ അധികാരമുള്ള ആളുകളോടാണ് ഈ പറയുന്നത്. നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നത് അത് ശരിയാണ്. എല്ലാ പ്രവാചകന്മാരും ഉപദ്രവമേറ്റിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രവാചകന്മാർ വരും. മോശെ, അഹരോൻ ഒക്കെ വളരെ കഷ്ടങ്ങൾ ഏറ്റിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ പിന്നെ ഇങ്ങോട്ട് വന്ന പ്രവാചകന്മാരൊക്കെ വളരെ കഷ്ടം. ആരും സുഖമായ ഒരു പ്രവചന ശുശ്രൂഷ ആ സമയത്ത് ഇവരാരും ഈ പ്രവാചകന്മാരെ അംഗീകരിക്കില്ല. പ്രവാചകന്മാർ പറയുന്നതിന് എതിർത്ത് പറയും, നീ ദൈവം അയച്ചവനല്ല എന്നൊക്കെ പറയും. അതുപോലെ തന്നെയാണ് ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കാര്യത്തിലേക്കാണ് വരുന്നത്. മുന്നറിയിച്ച പ്രവാചകന്മാരെ നിങ്ങളുടെ പിതാക്കന്മാർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹിയും കൊലപാതകന്മാരും ആയിത്തീർന്നു. ആർക്ക്? ദൈവത്തിന്. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചില്ല. ന്യായപ്രമാണം നിങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ നിങ്ങളത് അനുസരിക്കുന്നില്ല. ഇത് കേട്ടപ്പോൾ അവർ കോപരവശരായി അവൻ്റെ നേരെ പല്ല് കടിച്ചു. അവനോ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞവനെ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. ദൈവമഹത്വം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നത് കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇത് കണ്ടതുകൊണ്ട് ഈ ഒരു ദർശനം അല്ലെങ്കിൽ കാഴ്ച സ്തെഫാനോസ് കാണുന്നത്, അത് സ്തെഫാനോസ് അവിടെ പരസ്യമായിട്ട് വിളിച്ച് ഞാനിത് കാണുന്നു എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് അവർക്ക് കോപം അടക്കാൻ വയ്യ. അവർ ഉറക്കെ നിലവിളിച്ച് ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു വന്നു. അവനെ നഗരത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞ് പുറത്താക്കി കല്ലെറിഞ്ഞു. സാക്ഷികൾ അവിടെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് കല്ലെറിഞ്ഞ് കൊന്നു എന്നാണ്. കല്ലെറിഞ്ഞ് കൊന്നു എന്നാണ് അവിടെ സത്യം. കല്ലെറിയുക എന്ന് പറയുന്നത് മോശയുടെ കൽപ്പനയിലുള്ളതാണ്. ദൈവത്തിനെ തള്ളിക്കളയുന്നവൻ ജനത്തിൽ നിന്ന് ഛേദിക്കപ്പെടണം. അവനെ കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പം കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് തന്നെയാണ് ഇവിടെ. വെറുതെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു എന്നുള്ളതല്ല, കല്ലെറിഞ്ഞ് കൊല്ലാൻ തക്കവണ്ണം കല്ലെറിഞ്ഞു എന്നുള്ളതാണ്. സാക്ഷികൾ തങ്ങളുടെ വസ്ത്രം ശൗൽ എന്ന പേരുള്ള ഒരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചു. അപ്പോൾ ശൗലിൻ്റെ ഒരു എൻട്രിയിലേക്ക് വരികയാണ്. ശൗൽ എന്ന പൗലോസിൻ്റെ എൻട്രിയിലേക്ക് ഇവിടെ വരികയാണ്. അപ്പോൾ അതിന് ആ ശൗലിൻ്റെ കാൽക്കൽ വെച്ചു. കർത്താവ് യേശുവെ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്തെഫാനോസ് വിളിച്ചപേക്ഷിക്കയിൽ അവർ അവനെ കല്ലെറിഞ്ഞു. അവനോ മുട്ടുകുത്തി, കർത്താവ് ഇവർക്ക് ഈ പാപം നിർത്തരുത് എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചിട്ട് നിദ്ര പ്രാപിച്ചു. അപ്പം യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെയാണ്, ഇവർ ചെയ്യുന്ന എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ അതേ പാതയിൽ തന്നെയാണ് സ്തെഫാനോസും പറയുന്നത്. ഇവരുടെ പാപം ഇവർക്ക് നിർത്തരുത്, അതായത് ഇവരോട് ക്ഷമിക്കണമേ, ഇവരുടെ പാപം ഇവരെ കണക്കിടരുത് എന്ന് പറയുന്നത്. അറിയില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണെന്നുള്ള ബോധം സ്തെഫാനോസിനുണ്ട്. അങ്ങനെ സ്തെഫാനോസ് നിദ്ര പ്രാപിച്ചു. അപ്പോൾ സ്തെഫാനോസ് എന്ത് നീതിമാനും ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന ഒരു മനുഷ്യനുമാണ്. അത് സ്തെഫാനോസ് ഈ നമ്മൾ നേരത്തെ കണ്ട 7 പേരിലൊരുവനാണ്. പുതുതായി തിരഞ്ഞെടുത്ത 7 പേരിലൊരുവനുമാണ്. ശുഷ്കാന്തിയുടെ കാര്യത്തിൽ, ധൈര്യത്തിൻ്റെ കാര്യത്തിൽ, താൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ, ഉറപ്പിൻ്റെ കാര്യത്തിൽ ഒന്നും യാതൊരു സംശയമോ ഒരു പുറകോട്ട് പോക്കോ അതിൻ്റെ നിലവാരത്തിൽ ശോഷണം സംഭവിക്കുകയോ ഒന്നും സ്തെഫാനോസിനെ സംബന്ധിച്ച് വന്നിട്ടില്ല. നമുക്ക് സ്തെഫാനോസിനെ ഒരു മാതൃകയായി കാണാൻ പറ്റുന്ന ചുരുക്കം വാക്കുകളിലെ സ്തെഫാനോസിനെ നമുക്ക് ബൈബിളിൽ കാണാനൊക്കെ ഉള്ളൂ. സ്തെഫാനോസിനെ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ അധ്യായത്തിലാണ്. ഈ അധ്യായത്തിൽ ഇങ്ങനെ സ്തെഫാനോസിന് ഇത്രയും വലിയൊരു പീഡനം അനുഭവിക്കേണ്ടി വന്നു. കല്ലെറിയുക എന്ന് ഓരോ കല്ല് ദേഹത്ത് കൊള്ളുമ്പോഴും ഒരു കല്ലെറി കൊണ്ടുമ്പോൾ അങ്ങ് മരിക്കുകയല്ല. കല്ലേറ് കൊള്ളുന്ന സമയത്ത് ആ കല്ലിൻ്റെ മൂർച്ചയോടെ എവിടെയൊക്കെ കല്ല് കൊള്ളുന്നോ അതെല്ലാം കൊണ്ട് വേദനിച്ച് ഇഞ്ചിഞ്ചായിട്ടാണ് ആ മരണം. കല്ല് ഒന്ന് കുമിഞ്ഞു കൂടും. കല്ലിൻ്റെ സൈസ് ഓരോരുത്തർ കൈ കിട്ടുന്ന കല്ല് ചെറിയ കല്ലൊന്നും ആയിരിക്കില്ല. കിട്ടുന്ന വലിയ കല്ലുകളും ചെറിയ കല്ലുകളും എല്ലാം എടുത്തെറിയും. അത് കൊണ്ട് അവസാനം വീണിട്ട് വീണ്ടും കല്ലെറിയും. അങ്ങനെ കല്ലെറിഞ്ഞ് ആ കല്ല് അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു കൂമ്പാരം പോലെ വരും. അപ്പോൾ അവിടെ കിടന്ന് ആ കല്ലിനടിയിൽ കിടന്ന് തന്നെ മരണം സംഭവിക്കും. അങ്ങനെ വർണ്ണിച്ചാൽ വരുമ്പോഴേ നമുക്ക് ഇതിൻ്റെ ഈ കല്ലേറ് കൊണ്ടുള്ള മരണം എങ്ങനെയെന്ന് മനസ്സിലാവുള്ളൂ. അത്ര ദുഷ്കരമായ ഒരു മരണമാണ് ദൈവം തന്നെ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഈ കല്ലേറ് കൊണ്ടുള്ള മരണം. അപ്പം അന്നത് ഉണ്ട്, ദൈവം വെച്ച നിയമമാണ്. പക്ഷേ അത് കൊള്ളാതിരിക്കാൻ അന്നത്തെ ജനം ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചു? ആ നിയമം ഇവിടെ നിഷ്കളങ്കനായ നീതിമാനായ ഒരുവനെയും ശിക്ഷിക്കാൻ അത് ഉപയോഗപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു
യഥാർത്ഥ ഒരു നല്ലതിനു വേണ്ടി വെച്ചിരുന്ന ഒരു നിയമത്തെ ദോഷത്തിൽ സംഭവിക്കുന്നതും നമുക്കിവിടെ കാണാൻ കഴിയും. 3 വേദഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ അറിവിലേക്ക് വലിയ കാര്യങ്ങൾ നമുക്കിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എങ്കിലും ഒരു ഫ്രഷ്നെസ് ഈ വായനയിലൂടെ നമുക്ക് ലഭിച്ചുവെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ പുതിയ പുതിയ വായനാ ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായി ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിച്ച് സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നന്ദി.